നമസ്കാരം. ഏവർക്കും പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ട്സുകളിലേക്ക് സ്വാഗതം. ഇന്ന് ജൂലൈ 16. അങ്ങനെ ഇന്ന് സെൻസെക്സിന്റെ വീക്കിലി എക്സ്പയറി ആയിരുന്നു. 77,000 എന്ന സൈക്കോളജിക്കൽ ലെവലിന് മുകളിലായിട്ട് ട്രേഡിംഗ് അവസാനിപ്പിക്കുവാനുമായി നിഫ്റ്റിയിലേക്ക് വന്നു കഴിയുമ്പോൾ ഈ ആഴ്ചയിൽ 4 ട്രേഡിംഗ് സെഷനുകൾ പൂർത്തീകരിക്കുമ്പോൾ തിങ്കളാഴ്ചത്തെ ഓപ്പണിംഗ് ലെവലിൽ നിന്നും നിഫ്റ്റി കാര്യമായ മൂവ്മെന്റുകളൊന്നും ഈ 4 ട്രേഡിംഗ് സെഷനുകൾ കൊണ്ട് നടത്തുകയും ചെയ്തിട്ടില്ല. 24,030 എന്ന ഓപ്പണിംഗ് ലെവലിൽ നിന്നും ആകെ 40 പോയിന്റുകളുടെ ഉയർച്ച മാത്രമേ ഇന്നത്തെ ക്ലോസിംഗ് ലെവലിൽ രേഖപ്പെടുത്തുകയും ചെയ്തുള്ളൂ. തിങ്കൾ ചൊവ്വ ട്രേഡിംഗ് സെഷനുകളിൽ 24,200 എന്ന ലെവൽ മറികടക്കുകയും ഈ ലെവലുകൾക്ക് മുകളിലായിട്ടും ട്രേഡിംഗ് അവസാനിപ്പിച്ച നിഫ്റ്റിക്ക് ഇന്നലെയും ഇന്നുമായിട്ട് ഒരു തവണ പോലും 24,200 എന്ന ലെവൽ മറികടക്കുവാനുമായില്ല. മാത്രമല്ല തിങ്കൾ, ബുധൻ, ഇന്ന് വ്യാഴാഴ്ച ഉൾപ്പെടെ നിഫ്റ്റി ഏകദേശം ഫ്ളാറ്റ് ആയിട്ട് തന്നെയാണ് ട്രേഡിംഗ് അവസാനിപ്പിക്കുകയും ചെയ്തത്. അതേസമയം ചൊവ്വാഴ്ച ശക്തമായ ഇടിവും നേരിടേണ്ടതായിട്ട് വരികയും ചെയ്തിരുന്നു. ലീഡിംഗ് ആയ എല്ലാ ഇൻഡസ്ട്രീസുകളിലും ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് തന്നെയായിരുന്നു ഇന്ന് ലഭ്യമായിരുന്നതും ബോർഡർ മാർക്കറ്റ്സുകളും വിഭിന്നമായിരുന്നില്ല. എങ്കിലും ഇന്ന് രാവിലെ 11 മണിയോടുകൂടി 24,186 എന്ന ലെവലിൽ വെച്ച് നിഫ്റ്റിക്ക് റെസിസ്റ്റൻസും നേരിട്ടു. എങ്കിലും നിഫ്റ്റിക്ക് ഇന്നും 24,000 എന്ന സൈക്കോളജിക്കൽ ലെവൽ അതിശക്തമായിട്ട് ഡിഫെൻഡ് ചെയ്യുന്ന കാഴ്ചകൾ തന്നെയാണ് കാണുവാനായിട്ടും സാധിക്കുക. ഫ്ലാറ്റ് ആയിട്ട് 5 പോയിന്റുകളുടെ നഷ്ടത്തോടുകൂടി ട്രേഡിംഗ് അവസാനിപ്പിക്കേണ്ടി വന്നപ്പോൾ നിഫ്റ്റി ബാങ്കിന് 175 പോയിന്റുകളുടെ നഷ്ടത്തോടുകൂടിയും സെൻസെക്സിന് ഫ്ലാറ്റ് ആയിട്ട് പോസിറ്റീവ് സെന്റിമെന്റ്സോടുകൂടിയും ട്രേഡിംഗ് അവസാനിപ്പിക്കുവാനുമായി NSEയുടെ അഡ്വാൻസ് ഡിക്ലൈൻ റേഷ്യോയിലും 1,307 സ്റ്റോക്കുകൾക്ക് നേട്ടത്തോടുകൂടിയും അതേസമയം 1,673 സ്റ്റോക്കുകൾ നഷ്ടത്തോടുകൂടിയും ട്രേഡിംഗ് ഇന്ന് അവസാനിപ്പിക്കേണ്ടതായിട്ടും വന്നു. ഇന്റർഗ്ലോബ് ഏവിയേഷൻ, വിപ്രോ, HCL ടെക്, ബജാജ് ഫൈനാൻസ്, മാരുതി സുസുക്കി തുടങ്ങിയ സ്റ്റോക്കുകൾക്ക് ഇന്ന് നിഫ്റ്റിയിലെ ടോപ്പ് ഗെയിനേഴ്സ് ആയിട്ട് മാറുവാനായപ്പോൾ ഇറ്റേണൽ, SBI ലൈഫ് ഇൻഷുറൻസ്, ഭാരത് ഇലക്ട്രോണിക്സ്, ശ്രീറാം ഫൈനാൻസ്, HDFC ബാങ്ക് തുടങ്ങിയ സ്റ്റോക്കുകൾക്ക് ഇന്ന് നിഫ്റ്റിയിലെ ടോപ്പ് ലൂസേഴ്സ് ആയിട്ട് മാറേണ്ടതായിട്ടും വന്നു. സെക്ടർ വൈസ് നോക്കുമ്പോൾ കൺസ്യൂമർ ഡ്യൂറബിൾസ് മേഖല 1.4% നേട്ടത്തോടുകൂടി ഇന്ന് ടോപ്പ് പെർഫോമിംഗ് സെക്ടറായിട്ട് മാറിയപ്പോൾ നിഫ്റ്റി മീഡിയയ്ക്ക് 1%, IT-ക്ക് 0.5%, ഓട്ടോയ്ക്ക് 0.4%, FMCG, ഓയിൽ ആൻഡ് ഗ്യാസ്, ഫാർമ തുടങ്ങിയ മേഖലകൾക്കും ഇന്ന് നേട്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കുവാനുമായി. എന്നാൽ അതേസമയം ഇന്ന് റിയാലിറ്റി മേഖലയായിരുന്നു ഏറ്റവും മോശം പ്രകടനം കാഴ്ചവെച്ചത്. ഏകദേശം 1% നഷ്ടത്തോടുകൂടി PSU ബാങ്കിന് 0.5%, മെറ്റലിന് 0.35%, പ്രൈവറ്റ് ബാങ്കിനും നിഫ്റ്റി ബാങ്കിനും 0.25% നഷ്ടത്തോടുകൂടിയും ട്രേഡിംഗ് അവസാനിപ്പിക്കേണ്ടതായിട്ടും വന്നു. US ഡോളറിനെതിരെ ഇന്നലത്തെ ക്ലോസിംഗ് ലെവലിൽ നിന്നും 9 പൈസയുടെ നഷ്ടത്തോടുകൂടി 96.35 എന്ന ലെവലിലായിട്ടാണ് ഇന്ന് ഇന്ത്യൻ രൂപ ക്ലോസിംഗും രേഖപ്പെടുത്തിയത്. ICIC ലംബോർഡിന്റെ സ്റ്റോക്ക് പ്രൈസിൽ ഇന്ന് 13% ഇടിവ് ഇൻട്രാഡേ ബേസിസിൽ അനുഭവപ്പെട്ടു. ഇത് അനുഭവപ്പെടാൻ പ്രധാനമായും കാരണം കമ്പനി പുറത്തുവിട്ട Q1 ഏർണിംഗ്സില് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സില് സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ഫോള് കമ്പനിയിൽ രേഖപ്പെടുത്തിയെന്നുള്ള വിലയിരുത്തലുകൾ ബ്രോക്കറേജിംഗ് സ്ഥാപനങ്ങൾ വിലയിരുത്തിയതിനെ തുടർന്നായിരുന്നു. ഇന്ന് രാവിലെ നമ്മൾ പ്രീ മാർക്കറ്റ് റിപ്പോർട്ട്സിൽ കണ്ടിരുന്നു MRPLന്റെ Q1 ഏർണിംഗ്സ്. ബെറ്റർ ആയിട്ട് വന്ന Q1 ഏർണിംഗ്സിന്റെ ഫലമായിട്ട് സ്റ്റോക്കിൽ ഇന്ന് 7% ഉയർച്ചയും അനുഭവപ്പെട്ടു. 6 ട്രേഡിംഗ് സെഷനുകളിലെ തുടർച്ചയായ ശക്തമായ നേട്ടത്തിന് ശേഷം 55% നേട്ടം കൈവരിക്കുവാനും സ്റ്റോക്കിനായിരുന്നു ഈ 6 ട്രേഡിംഗ് സെഷനുകൾ കൊണ്ട്. തുടർന്ന് 20,000 കോടി രൂപയുടെ ക്യാപിറ്റലും സ്റ്റോക്കിൽ ആഡ് ചെയ്യപ്പെട്ടു. എങ്കിൽ ഇന്ന് 7ാമത്തെ ദിനത്തില് സ്റ്റോക്ക് റാലിയിൽ നിന്നും നേരിയ വിശ്രമമെടുക്കുന്ന കാഴ്ചയാണ് കാണുവാനായിട്ടും സാധിക്കുക. ഫ്ലാറ്റായിട്ട് നെഗറ്റീവ് സെന്റിമെന്റ്സോട് കൂടിയിട്ടാണ് ഇന്ന് കല്യാൺ ജ്വല്ലേഴ്സ് ട്രേഡിംഗ് അവസാനിപ്പിച്ചതും. തുടർച്ചയായി 2 ട്രേഡിംഗ് സെഷനുകളിലെ ഇടിവിന് ശേഷം ഇന്ന് IT മേഖലയ്ക്ക് നേരിയ തോതിലാണെങ്കിലും തിരിച്ചുവരവ് നടത്തുവാനുമായി ABB ഇന്ത്യയുടെ സ്റ്റോക്ക് പ്രൈസിൽ ഇന്ന് 10% ഉയർച്ച ഇൻട്രാഡേ ബേസിസിൽ അനുഭവപ്പെട്ടു. ഇതിലേക്ക് പ്രധാനമായി നയിച്ചത് ABB, അതായത് കമ്പനിയുടെ പാരന്റ് കമ്പനി $5.5 ബില്യൺ UK ബേസ്ഡ് ആയിട്ടുള്ള റോട്ട്രോക്കിന്റെ അക്വിസിഷനുമായി ബന്ധപ്പെട്ടുള്ള ന്യൂസ് വന്നതിനാൽ തന്നെയാണ്. ഇതിനു പുറമെ Q2 ഏർണിംഗ്സുകൾ കമ്പനി US പ്രസിദ്ധീകരിച്ചപ്പോൾ റവന്യൂവിൽ 14% വർധനവും 8% വർധനവ് ഇൻകത്തിലും രേഖപ്പെടുത്തിയിരുന്നു US മാർക്കറ്റില്. മാർക്കറ്റ് അവേഴ്സിന് ശേഷം ഓഗസ്റ്റ് 12 പ്രഖ്യാപിക്കുവാൻ നിശ്ചയിച്ചിരിക്കുന്ന MSCI
ഇന്ത്യ സ്റ്റാൻഡേർഡ് ഇൻഡെക്സ് പുനഃക്രമീകരണത്തിൽ 12 സ്റ്റോക്കുകൾ പുതുതായിട്ട് ഉൾപ്പെടുത്തുവാനും 3 എണ്ണം ഒഴിവാക്കാനും സാധ്യതയുണ്ടെന്നുള്ള റിപ്പോർട്ട്സാണ് ലേറ്റസ്റ്റ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. ഇതുവഴി ഏകദേശം $2.3 ബില്യൺ പാസീവ് ഇൻഫ്ലോയ്ക്ക് വഴിയൊരുക്കിയേക്കാമെന്നുള്ള വിലയിരുത്തലുകളാണ് വിദഗ്ധർ വെച്ചു പുലർത്തുന്നതും. അങ്ങനെ ഈ മാറ്റങ്ങൾ ഔദ്യോഗികമായിട്ട് നിലവിൽ വരികയാണെങ്കിൽ 2026 ഓഗസ്റ്റ് 31 മുതൽ അവ പ്രാബല്യത്തിൽ വരികയും ചെയ്യും. ഇന്ത്യയിൽ നിന്നും എക്സ്പോർട്ട് ചെയ്യപ്പെടുന്ന ഡീസലിന്റെയും ഏവിയേഷൻ ടർബൈൻ ഫ്യൂവലിന്റെയും വിൻഫോൾ ടാക്സ് വർദ്ധിപ്പിച്ചുകൊണ്ടുള്ള നടപടി ഇന്നു മുതൽ പ്രാബല്യത്തിൽ വന്നിട്ടുണ്ട്. ഡീസലിന് കയറ്റുമതിക്ക് 1 ലിറ്ററിന് 8.5 രൂപയിൽ നിന്നും 15 രൂപയായിട്ടും ഏവിയേഷൻ ടർബൈൻ ഫ്യൂവലിന് 7 രൂപയിൽ നിന്നും 14 രൂപയുമായിട്ടാണ് വിൻഫോൾ ടാക്സ് വർദ്ധിപ്പിച്ചതും. അതേസമയം പെട്രോളിന്റെ വിൻഫോൾ ടാക്സ് 4 രൂപയിൽ നിന്നും 2.5 രൂപയായിട്ട് എക്സ്പോർട്സിന് കുറവും വരുത്തുകയും ചെയ്തു. ഇനി നമുക്ക് ഇന്നും നമ്മുടെ മാർക്കറ്റിനെ ഈ ആഴ്ചയിൽ ഇത് 3ാമത്തെ ട്രേഡിംഗ് സെഷനിലും നെഗറ്റീവ് സെന്റിമെന്റ്സോട് കൂടിയിട്ടാണെങ്കിലും ഫ്ലാറ്റ് ആയിട്ട് ട്രേഡിംഗ് അവസാനിപ്പിക്കുവാൻ ഇടയാക്കിയ ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് വിശദമായി തന്നെ പരിശോധിക്കാം. ആദ്യമായി തന്നെ നമുക്ക് ഇന്ന് മാർക്കറ്റിനെ പോസിറ്റീവായി സഹായിച്ച ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. മുൻപ് നമ്മൾ കണ്ട പോലെ തന്നെ ഇന്ന് തുടർച്ചയായി 2 ട്രേഡിംഗ് സെഷനുകളുടെ നഷ്ടത്തിന് ശേഷം IT മേഖലയ്ക്ക് കൈവരിക്കുവാൻ സാധിച്ച നേട്ടവും മിനിങ്ങാന്ന് ട്രംപിന്റെ ഭാഗത്ത് നിന്നും ഈ ആഴ്ചയുടെ ആദ്യം അദ്ദേഹം പ്രഖ്യാപിച്ച 20% ടോള് നീക്കിക്കൊണ്ട് സമ്പൂർണ്ണമായിട്ട് ഇറാൻ ഒഴികെ ബാക്കി എല്ലാ രാജ്യങ്ങൾക്കും കടന്നുപോകാൻ അനുവദിക്കുമെന്നുള്ള പ്രഖ്യാപനം ചൊവ്വാഴ്ച വന്നതിന് ശേഷം എണ്ണയുടെ വില 2 ദിവസങ്ങളിൽ സ്റ്റഡി ആയിട്ട് തന്നെ കാര്യമായ ഉയർച്ചയൊന്നും കൂടാതെ നിലനിന്നെങ്കിലും ഇന്ന് എണ്ണയുടെ വിലയിൽ വീണ്ടും ഇടിവ് രേഖപ്പെടുത്തി. ബ്രെന്റ് ക്രൂഡിന്റെ വില $85 താഴേക്ക് ഏകദേശം 4 ട്രേഡിംഗ് സെഷനുകൾക്ക് ശേഷം ഇന്ന് എത്തിച്ചേരുകയും ചെയ്തു. എണ്ണയുടെ വിലയിലുണ്ടായ ശക്തമായ ഇടിവും തുടർച്ചയായി ഇന്ന് 2ാമത്തെ ട്രേഡിംഗ് സെഷനിലും ഇന്ത്യ വിക്സിൽ രേഖപ്പെടുത്തിയ ഇടിവും കാരണം ഇന്നലെ 3.5% ഇടിവ് രേഖപ്പെടുത്തിയ ഇന്ത്യ വിക്സിൽ ഇന്ന് 2% ഇടിവും രേഖപ്പെടുത്തിയതും ഇന്ത്യൻ മാർക്കറ്റിന് ഗുണം ചെയ്തു. എന്നാൽ വെസ്റ്റ് ഏഷ്യൻ പ്രശ്നങ്ങൾ രൂക്ഷമായി തന്നെ തുടരുന്നതിനാലും കൂടാതെ വെസ്റ്റ് ഏഷ്യൻ പ്രശ്നങ്ങളെക്കുറിച്ചുള്ള വ്യക്തമായിട്ടുള്ള അപ്ഡേറ്റ്സോ വാർത്തകളോ പുറത്തു വരാത്തതിനാലുള്ള അനിശ്ചിതത്വം നിലനിൽക്കുന്നതിനാലും ഇതിനെയൊക്കെ തുടർന്ന് വർദ്ധിച്ചു വരുന്ന ജിയോ പൊളിറ്റിക്കൽ കൺസേൺസ് മൂലം ഗ്ലോബൽ ക്യൂസ് വീക്കായിട്ട് മാറിയതും കൂടാതെ തുടർച്ചയായി ഇന്ന് 2ാമത്തെ ട്രേഡിംഗ് സെഷനിലും ഇന്ത്യൻ രൂപയ്ക്ക് $നെതിരെ നേരിടേണ്ടി വന്ന ശക്തമായ ഇടിവും സെൻസെക്സിന്റെ വീക്കിലി എക്സ്പയറിനനുബന്ധിച്ച് അനുഭവപ്പെട്ട വോൾട്ടാലിറ്റിയും ഇന്ന് നമ്മുടെ മാർക്കറ്റിനെ അതേസമയം നെഗറ്റീവായിട്ട് സ്വാധീനിക്കുകയും ചെയ്തു. ഇതിനു പുറമെ ടെക്നിക്കലായിട്ടുള്ള ഫാക്ടേഴ്സും ഇന്ന് നമ്മുടെ മാർക്കറ്റിനെ പിന്തുണച്ചില്ല. മുൻപറഞ്ഞ കാരണങ്ങൾ കൊണ്ട് തന്നെ ഇന്ന് നിഫ്റ്റിക്ക് ഒരിക്കൽ പോലും 24,200 എന്ന ലെവൽ മറികടക്കുവാനുമായില്ല. കാരണം ഈ ആഴ്ച ആദ്യം മുതൽ നമ്മൾ കാണുന്നുണ്ട്, അതായത് നിഫ്റ്റിക്ക് മുന്നോട്ടൊരു പ്രയാണം സാധ്യമാകണമായിരുന്നെങ്കിൽ 24,300 എന്ന ലെവൽ അതിശക്തമായി മറികടന്നുകൊണ്ട് ഈ ലെവലിൽ മുകളിലായിട്ട് നിലനിൽക്കേണ്ടതായിട്ടുണ്ടായിരുന്നു. എന്നാൽ അതിന് തൊട്ടടുത്ത് പോലും ഇന്ന് നിഫ്റ്റിക്ക് എത്തിച്ചേരുവാനുമായില്ല. അതുകൊണ്ട് തന്നെ ഇന്നും കൺസോൾട്ടേഷൻ മാർക്കറ്റിൽ തുടരുക തന്നെയാണ് ചെയ്തതും. എന്നിരുന്നാൽ കൂടിയിട്ടും മാർക്കറ്റിന് ഒരിക്കലും ദീർഘനാളത്തേക്ക് ഇതുപോലെ തന്നെ കൺസോളിഡേറ്റ് ചെയ്ത് തുടരുവാനാവുകയുമില്ല. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ ഒന്നെങ്കിൽ അപ്പർ സൈഡിലേക്കോ അല്ലെങ്കിൽ ലോവർ സൈഡിലേക്കോ മാർക്കറ്റിന് ശക്തമായ ഒരു മൂവ് നടത്തിയേ മതിയാവുകയുമുള്ളൂ. അത് എന്ന് വേണമെങ്കിലും നമ്മൾ പ്രതീക്ഷിക്കേണ്ടതായിട്ടുമുണ്ട്. ഇനി നമുക്ക് ഗ്ലോബൽ മാർക്കറ്റുകൾ പരിശോധിക്കാം. യുഎസിലെ ഡോ ജോൺസ് ഫ്യൂച്ചർ പോസിറ്റീവ് സെന്റിമെന്റ്സോട് കൂടി തന്നെയാണ് ട്രേഡിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. യൂറോപ്യൻ മാർക്കറ്റ്സിൽ UK മാർക്കറ്റ് 0.5%-ലേറെയും ഫ്രാൻസ് ജർമ്മൻ മാർക്കറ്റ് 0.25%-അടുത്തും നഷ്ടത്തിലാണ് ട്രേഡിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഏഷ്യൻ മാർക്കറ്റ്സിലേക്ക് വരുമ്പോഴും നെഗറ്റീവ് സെന്റിമെന്റ്സ് ആണ് അനുഭവപ്പെടുന്നത്. ഹോങ്കോങ്, തായ്ലൻഡ്, ഇന്തോനേഷ്യൻ മാർക്കറ്റുകൾക്ക് മാത്രമേ ഇന്ന് നേട്ടത്തോടുകൂടി ട്രേഡിംഗ് അവസാനിപ്പിക്കുവാനുമായുള്ളൂ. കൊമോഡിറ്റിയിൽ ബ്രെന്റ് ക്രൂഡിന്റെ വില $84.73 എന്ന നിലയിലായിട്ടും ക്രൂഡ് ഓയിലിന്റെ വില $79.56 പെർ ബാരൽ നിലയിലുമായിട്ടാണ് ട്രേഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഗോൾഡിന്റെ വില $432.67 പെർ ഔൺസ് എന്ന നിലയിൽ രാവിലത്തെ പോലെ തന്നെ ഫ്ലാറ്റ് ആയിട്ട് തന്നെയാണ് തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട സ്റ്റോക്കിംഗ് ന്യൂസുകൾ പരിശോധിക്കാം. മുൻകൂട്ടി ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ, ഇത് ഒരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ അല്ല. ലേസർ പവർ ആൻഡ് ഇൻഫ്ര ഇന്ന് സ്റ്റോക്ക് NSEയിൽ മെയിൻ ബോർഡിലേക്ക് IPO പ്രൈസിൽ നിന്നും 17% പ്രീമിയത്തിന്റെ നേട്ടത്തോടുകൂടി ലിസ്റ്റ് ചെയ്യപ്പെട്ടു. DB കോർപ്പ് Q1 റിസൾട്ട് ഇന്ന് കമ്പനി പ്രസിദ്ധീകരിച്ചു. നെറ്റ് പ്രോഫിറ്റില് 24%-യും റവന്യൂവിലെ 8%-യും വർധനവ് രേഖപ്പെടുത്തി. കൂടാതെ 5 രൂപ പെർ ഷെയർ നിലയിൽ ഇൻട്രീം ഡിവിഡൻഡും പ്രഖ്യാപിച്ചു. ജൂലൈ 23 ഡിവിഡൻഡിന്റെ റെക്കോർഡ് ഡേറ്റ് ആയിട്ടും പരിഗണിക്കുക. ബസന്ത് അഗ്രോടെക് ജൂലൈ 30 ബോർഡ്
യോഗം ചേർന്നുകൊണ്ട് Q1 ഏർണിംഗ്സുകൾ പ്രസിദ്ധീകരിക്കും. ITI BSNL നിന്ന് 856.39 കോടി രൂപയുടെ 4G വിപുലീകരണ പദ്ധതിയുടെ 9ാം ഘട്ടത്തിന്റെ കരാർ കമ്പനിക്ക് ലഭിച്ചു. ആരും പ്രോപ്ടെക് തങ്ങളുടെ റിയൽ എസ്റ്റേറ്റ് ടെക്നോളജി പ്ലാറ്റ്ഫോം ശക്തിപ്പെടുത്തുന്നതിനായിട്ട് REA ഇന്ത്യയിൽ നിന്ന് 458 കോടി രൂപയ്ക്ക് ലോക്കോൺ സൊല്യൂഷൻസ് ഏറ്റെടുത്തു. ബജാജ് ഓട്ടോ ലിമിറ്റഡ് 5632.8 കോടി രൂപയുടെ ഷെയർ ബൈബാക്ക് കമ്പനി വിജയകരമായി ഇന്നുകൊണ്ട് പൂർത്തിയാക്കി. ന്യൂജൻ സോഫ്റ്റ്വെയർ Q1 റിസൾട്ടുകൾ കമ്പനി ഇന്ന് പ്രസിദ്ധീകരിച്ചു. റവന്യൂവില് Q2 21.2% ഇടിവ് രേഖപ്പെടുത്തിയപ്പോൾ ഇയർ ഓൺ ഇയർ ബേസിസിൽ 11% വർധനവും രേഖപ്പെടുത്തി. നെറ്റ് പ്രോഫിറ്റിലും Q2 41% ഇടിവ് രേഖപ്പെടുത്തിയപ്പോൾ ഇയർ ഓൺ ഇയർ ബേസിസിൽ 26.3% വർധനവും രേഖപ്പെടുത്തി. ITC ഹോട്ടൽസ് Q1 ഏർണിംഗ്സിൽ കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റിൽ 35% വർധനവും റവന്യൂവിൽ 15% വർധനവും രേഖപ്പെടുത്തി. സൗത്ത് ഇന്ത്യൻ ബാങ്ക് നെറ്റ് പ്രോഫിറ്റിൽ 17%ന്റെയും നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകത്തില് 23%ന്റെയും വർധനവ് രേഖപ്പെടുത്തി. BCPL റെയിൽവേ ഇൻഫ്രാസ്ട്രക്ചർ 4.51 കോടി രൂപയുടെ പുതിയൊരു കരാർ ഈസ്റ്റേൺ റെയിൽവേ ഹൗറ ഡിവിഷന്റെ ഭാഗത്തു നിന്നും കമ്പനിക്ക് ലഭിച്ചു. BHEL Q1 ഏർണിംഗ്സിൽ കഴിഞ്ഞ വർഷം ഇതേ ക്വാർട്ടറിൽ 456 കോടി രൂപ നെറ്റ് ലോസ് റിപ്പോർട്ട് ചെയ്ത കമ്പനി ഇത്തവണ 378 കോടി രൂപയുടെ നെറ്റ് പ്രോഫിറ്റ് റിപ്പോർട്ട് ചെയ്തു. കൂടാതെ റവന്യൂവിലും 40.3%ന്റെ വർധനവും രേഖപ്പെടുത്തി. ഏവർക്കും നല്ലൊരു സായാഹ്നം ആശംസിക്കുന്നു. നാളെ രാവിലെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ട്സുമായി കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.